താങ്ക് യു അഭിഷ മാഡം. GRCM എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സിജി ശ്രീനിവാസൻ. തുമ്പൂരാണ് വീട്. സ്റ്റാർ അച്ചീവർ ആണ്. വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഈ RCM എന്ന ഈ ഒരു പ്രസ്ഥാനത്തിൽ ജീവിച്ചു പോകുന്നു. ഞങ്ങൾ ഈ മഹനീയമായ പ്രസ്ഥാനം പരിചയപ്പെടുത്തിയത് തുമ്പൂരിന്റെ ഗ്രേറ്റ് ലീഡർ അനിൽ സാറ് സിനിമാഡവുമാണ്. അവരെ ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ഈ അവസരത്തിൽ ഓർക്കുന്നു. നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നവർക്കറിയാം, എല്ലാവരും ഹൃദയത്തിൽ RCM ഏറ്റുകൊണ്ടിരിക്കുന്നവരാണല്ലേ. ഇന്നത്തെ ഒരു പുലരി എന്നറിയാം, നല്ലൊരു മഴയും എല്ലാം കൂടി കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ പുലരി ആരംഭിച്ചിരിക്കുന്നത്. നല്ല തണുപ്പും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു ചെറിയ ചെറിയ പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും, ഇന്നത്തെ ഒരു പൊൻപുലരി തുടങ്ങാൻ ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായെങ്കിൽ തന്നെയും നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ് ഞാൻ. നമുക്കറിയാം, നമ്മളുടെ ഈ ഒരു പ്രസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം അല്ലെ, 25ാമത് വർഷത്തിലേക്ക് നമ്മൾ ആനിവേഴ്സറി ഒക്കെ ആഘോഷിച്ച് അടിച്ചു പൊളിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തികച്ചും ഡിഫറെന്റ് ആയിട്ടൊരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് തന്നെയാണ് RCM വന്നത്. അത് മനസ്സിലാക്കിയ ഭൂരിപക്ഷം പേര് തന്നെയാണ് നമ്മളുടെ ടീമിലും നമ്മളുടെ ഈ RCM എന്ന പ്രസ്ഥാനം നെഞ്ചിലേറ്റുകൊണ്ട് മുന്നോട്ട് പോയി വിജയിച്ചു കൊണ്ടിരിക്കുന്ന ലീഡേഴ്സ് അല്ലെ. നമുക്കറിയാം, RCM ചെയ്താൽ എന്ത് കിട്ടും അത് അറിഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നവർ തന്നെയാണ്. എങ്കിലും എനിക്കറിയുന്ന കുറച്ച് അറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾക്ക് ആദ്യം തന്നെ ഇപ്പൊ നമ്മളെ പ്രൊഡക്റ്റുകൾ വളരെയധികം ഗുണമുള്ള പ്രൊഡക്റ്റുകളാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അല്ലെ. നമ്മളെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആരോഗ്യം തന്നെയാണ്. ആ ആരോഗ്യം കിട്ടി എന്ന് ആരോഗ്യം കിട്ടിയതിലൂടെ കടന്നു വന്നവരുണ്ട്, വരുമാനം ആഗ്രഹിച്ച് മാത്രം കടന്നു വന്നവരുണ്ട്, ആരോഗ്യവും വരുമാനവും ആഗ്രഹിച്ചും കടന്നു വന്നവരുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം RCM ഈസ് എ ലൈഫ് പാക്കേജ് ആണെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം RCM ഈസ് ഒരു ലൈഫ് പാക്കേജ് തന്നെയാണ്. എല്ലാ സാധ്യതകളും ഒരുപാട് ഗുണങ്ങൾ നമുക്ക് RCM എന്ന പ്രസ്ഥാനത്തിലൂടെ ഞങ്ങളുടെ ഫാമിലിക്കും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് കിട്ടിയത് ആരോഗ്യം തന്നെയാണ്. ശ്രീനാഥ് സാർ ഇത് ഏറ്റെടുത്തെങ്കിലും അതിനെ ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് തയ്യാറല്ലായിരുന്നു ഞാൻ കുറച്ച് നാളുകൾ. അപ്പൊ അതിനുശേഷം ഇതിന്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് എനിക്ക് കിട്ടിയ ആദ്യത്തെ ബെനിഫിറ്റ് ആരോഗ്യം തന്നെയാണ്. അത് തന്നെയാണ് ഇന്നും ഞാൻ RCMനെ ഹൃദയത്തിനോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോ ആദ്യം കിട്ടുന്ന ബെനിഫിറ്റ്, RCM ചെയ്താൽ എന്ത് കിട്ടും എന്നൊരു വ്യക്തി നമ്മളോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പറയാം, നമ്മൾ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടുന്നത് ആരോഗ്യം തന്നെയാണെന്ന്. ഒരുപാട് വ്യക്തിത്വങ്ങൾ RCMലേക്ക് കടന്നു വന്നിരിക്കുന്നത് ആരോഗ്യം കിട്ടിയിട്ട് തന്നെയാണ് അല്ലെ. അപ്പൊ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അത് ആരോഗ്യം തന്നെയാണ്. ആരോഗ്യം ആവശ്യമില്ലാത്തവർ ഇന്ന് നമ്മുടെ സമൂഹത്തില് ആരും തന്നെ ഇല്ല അല്ലെ. എല്ലാവർക്കും വേണ്ടത് ആരോഗ്യം തന്നെയാണ്. ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആരോഗ്യം ഇല്ല. നമുക്ക് നമ്മളെ പ്രൊഡക്റ്റ് നമുക്ക് 100% നമുക്ക് പറയാം, നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരോഗ്യം കിട്ടുമെന്നല്ലേ. അപ്പൊ ആദ്യത്തെ പോയിന്റ് എഴുതി വെച്ചോ, നമ്മളുടെ RCM നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ID എടുത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളിലേക്ക് ആദ്യം എത്തുന്നത് എന്ത് കിട്ടും എന്ന് ചോദിക്കുന്ന വ്യക്തിയോട് നമുക്ക് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാം, RCM ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യം കിട്ടും. RCM ഏറ്റെടുത്ത് കഴിഞ്ഞാൽ RCMന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കാം. അടുത്തതായിട്ട് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് എന്താണ്? മണി അല്ലെ. നമുക്ക് വരുമാനം വേണം. തീർച്ചയായിട്ടും അറിയാം, നമുക്ക് ഇതിലൂടെ ചെറിയ വരുമാനം, അതായത് ജോയിൻ ചെയ്ത് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിരിക്കുന്ന വ്യക്തി, പ്രൊഡക്റ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തി ആയാൽ പോലും ഒരു ചെറിയ വരുമാനം അവർക്ക് കിട്ടുന്നുണ്ട് അല്ലെ. പക്ഷെ ഇതിനെ ഒരു ബിസിനസ് ആയിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇൻകം ആഗ്രഹിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ഇത് ചെയ്യാൻ ആഗ്രഹിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ലൊരു വരുമാനം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് നമുക്ക് എങ്ങനെയാ തെളിയിച്ചു കൊടുക്കുക? നമ്മളുടെ മുന്നിൽ നമ്മളുടെ ലീഡേഴ്സ് അത് തെളിയിച്ചു തന്നിട്ടുണ്ട് അല്ലെ. നമ്മളെക്കാളൊക്കെ മുന്നേ ഇപ്പൊ തുടക്കക്കാരുണ്ടാവായിരിക്കാം, കുറച്ച് നാൾ കഴിഞ്ഞവരുണ്ടായിരിക്കാം, റോയൽറ്റി ഇൻകം മേടിക്കുന്നവരുണ്ടായിരിക്കാം, ടെക്നിക്കൽസ് ഉണ്ടായിരിക്കാം. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ടീമിൽ സ്റ്റാർ എമറാൾഡ് വരെ ഉണ്ട്. നമ്മളുടെ ടീമിൽ തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് ജയിച്ച് നിൽക്കുന്ന ലീഡേഴ്സ് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഒരുപാട് ലീഡേഴ്സ് തുടക്കകാലം മുതൽ RCMന്റെ തുടക്കകാലം മുതൽ ഇതിൽ വന്ന് നിരന്തര പ്രയത്നത്തിലൂടെ ഒരുപാട് RCM ഈസ് വെരി
RCM ഈ സിമ്പിള്, പക്ഷെ ചെയ്യാനായിട്ട് വളരെ എളുപ്പമൊന്നല്ല. എന്നിരുന്നാലും നമ്മൾക്ക് ഇന്ന് വിജയത്തിന്റെ പാത തുറന്നിട്ടുകൊണ്ട് നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും അവര് കടന്നു വന്ന ഒരു വഴികളൊന്നും അല്ല ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. അവര് കടന്നു വന്ന വഴികളിലേക്കാളൊക്കെ അപ്പുറം നമ്മൾക്ക് ഇന്ന് നല്ലൊരു പാതയാണ് RCMൽ വിജയിക്കാനായിട്ട് തുറന്നിട്ടിരിക്കുന്നത്. അപ്പൊ സെക്കൻഡറി നമുക്ക് കിട്ടുന്നതാണ്, രണ്ടാമത് നമുക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത് വരുമാനം തന്നെയാണ് അല്ലെ. നമുക്ക് വരുമാനം എങ്ങനെയൊക്കെ ഉണ്ടാവാം? നമുക്ക് സെൽഫ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു വരുമാനം ഉണ്ടാകുന്നു. കൂടാതെ നമ്മൾ ഇത് സെയിൽ ചെയ്യുമ്പോൾ ഒരു വരുമാനം ഉണ്ടാകുന്നു അല്ലെ. കൂടാതെ നമുക്ക് ഷോപ്പ് ഇട്ടുകൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കാം. അതുപോലെ ടീം ബിൽഡിങ് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാം. നമുക്ക് ഏറ്റവും നമ്മുടെ ലീഡേഴ്സ് എപ്പോഴും പറയുന്നത് എന്താണ്? ടീം ബിൽഡ് ചെയ്തുകൊണ്ട് കിട്ടുന്ന ഒരു വരുമാനം അത് നമ്മൾക്ക് ഏത് കാലാകാലത്തോളം നമുക്ക് ഉണ്ടായിരിക്കും. നമ്മളില്ലെങ്കിലും തന്നെയും, ഇപ്പൊ നേരത്തെ അഭിഷേകയുടെ സ്വാഗതം പറഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മളില്ലെങ്കിൽ തന്നെയും നമ്മളുടെ അടുത്ത വരുന്ന തലമുറയ്ക്ക് നമ്മൾ നോമിയായി ചേർന്ന് നമ്മുടെ കുടുംബത്തിന് ഒരു വരുമാനം, നമുക്ക് നല്ലൊരു വരുമാനം നേടിക്കൊടുത്തുകൊണ്ട് നമുക്കിവിടെ കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ല. അത് നമ്മൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് നമ്മളിലൂടെ വരുന്ന വ്യക്തികൾക്ക് നമുക്കത് പറഞ്ഞു കൊടുക്കാൻ, ആ ബെനിഫിറ്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് നമ്മളുടെ മുന്നിൽ ഒരുപാട് ലീഡേഴ്സ് ഇന്ന് വിജയിച്ചു നിൽക്കുന്നുണ്ട് അല്ലെ. അവരെല്ലാം പറയുന്ന കഥകളൊക്കെ നമുക്ക് ഓരോ മീറ്റിങ്ങിലൂടെയും ഓരോ പ്രോഗ്രാമുകളിലൂടെയും അവരുടെ വിജയഗാഥയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത് കിട്ടുന്നത് എന്താണ്? നമ്മളുടെ വരുമാനം തന്നെയാണ്. പിന്നെന്താണ് നമുക്ക് വേണ്ടത്? റെസ്പെക്ട് അല്ലെ. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും റെസ്പെക്ട് ചെയ്യണം എന്നുള്ളത് അല്ലെ. നമുക്കറിയാം നമ്മളുടെ ലീഡേഴ്സിനെ നമ്മൾ എത്രമാത്രമാണ് നമ്മളെ നെഞ്ചിലേറ്റി കൊണ്ടു നടക്കുന്നതെന്ന്. അവരെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ RCMലേക്ക് കടന്നു വന്നത്. അവരുടെ വിജയം കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ പ്രോഗ്രാമിലും കാണുന്ന അവരുടെ വിജയം തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മൾ ഓരോ ലീഡേഴ്സിനും കൊടുക്കുന്ന റെസ്പെക്ട് അല്ലെങ്കിൽ മറ്റുള്ളവര് കൊടുക്കുന്ന റെസ്പെക്ട്, ഇപ്പൊ നമ്മളെ ടീം അംഗങ്ങൾ അല്ലെങ്കിൽ തന്നെയും ആ പരസ്പരം കാണുമ്പോൾ തരുന്ന റെസ്പെക്ട് അത് ആഗ്രഹിക്കാത്തവർ ആരും തന്നെ ഇല്ല അല്ലെ. അപ്പൊ അടുത്തതായിട്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് റെസ്പെക്ട് ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം റെക്കഗ്നേഷൻ. നമ്മളുടെ ഈ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം റെക്കഗ്നേഷൻ ഇല്ലാതെ ഒരു കാര്യമില്ല അല്ലെ. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും റെക്കഗ്നേഷൻ കിട്ടുമ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിൽ ഉണ്ടാകുന്ന ആ ഒരു വലിപ്പം അല്ലെങ്കിൽ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണല്ലേ. നമുക്ക് ഒരു മേഖലയിലും കിട്ടാത്ത ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു RCM എന്ന പ്രസ്ഥാനം ഏറ്റെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. നമുക്കറിയാം ഒരുപാട് സാധ്യതകൾ ഇന്ന് നമ്മളുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ അവിടെയൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ തലകുത്തി മറിഞ്ഞാലും തന്നെയും നമ്മൾക്ക് ഒരു അംഗീകാരം ഒരു സ്ഥലത്തൊന്നും നമുക്ക് ലഭിച്ചെന്ന് വരില്ല. ഇപ്പോ നമ്മുടെ ഗിരീഷ് സാർ തന്നെ അനുഭവത്തിലൂടെ പറയുന്നുണ്ട്, ആള് ഇത്രയും വർഷം പട്ടാളത്തിൽ ജോലി ചെയ്തിട്ട് ആളുടെ നാട്ടിൽ ഒരു പ്രോഗ്രാമിൽ പോലും അദ്ദേഹത്തെ വിളിച്ച് ഒരു അംഗീകാരം കൊടുത്തിട്ടില്ലെന്ന്. പക്ഷെ RCMൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന അംഗീകാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാടാണ്. നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്നു പറഞ്ഞത് നമ്മളൊരു കൊച്ചു കാര്യങ്ങൾ പോലും നമ്മളുടെ ലീഡേഴ്സ് അത് എടുത്തു പറയുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം അത്രമാത്രാന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. നമുക്കറിയാം നമ്മൾ തുടക്കം മുതലേ ബിഗിനർ മുതൽ നമ്മൾക്ക് കിട്ടുന്ന ഓരോ ചുവടുവയ്പ്പുകളും നമ്മളുടെ ലീഡേഴ്സ് നമ്മൾ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അല്ലെ. അതേപോലെ തന്നെ നമുക്കറിയാം നമ്മൾ ഓരോ ടാർഗറ്റുകൾ ഏറ്റെടുക്കുമ്പോൾ കിട്ടുന്ന അംഗീകാരങ്ങള് അതൊക്കെ നമ്മളിലേക്ക് കൂടുതൽ ഊർജം പകർന്നു തരികയാണ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സിനെ അതിലേക്ക് താല്പര്യം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ലീഡേഴ്സ് ചെയ്യുന്നത്. നമ്മളെ മോട്ടിവേറ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ റെക്കഗ്നേഷനിലൂടെ തന്നെ നമുക്ക് അങ്ങനെ ഒരു കാര്യം സാധാരണക്കാരായ ജനങ്ങളിലേക്കാണ് എത്തിക്കാൻ പറ്റുന്നത് അല്ലെ. സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം റെക്കഗ്നേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ അകലെയാണ്. പല പ്രോഗ്രാമുകളിലും നമ്മുടേതായിട്ടുള്ളതല്ല, മറ്റ് പ്രോഗ്രാമുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ കാണാം ഒരുപാട് ഉന്നതിയിൽ എത്തിക്കുന്ന വ്യക്തിത്വങ്ങളെയാണ് അവിടെ ആദരിക്കുന്നതും പൂമാല ചാർത്തുന്നതും അതുപോലെ തന്നെ പൂച്ചെണ്ട് കൊടുക്കുന്നതൊക്കെ. ഒരുപാട് സമൂഹത്തിൽ വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാരെ. അപ്പൊ സാധാരണക്കാരായ ജനങ്ങളെ അവിടെ ശരിക്കും താഴെ തട്ടിലേക്ക് അവര് താഴ്ത്തി കെട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളുടെ ഇതിൽ വന്നു നോക്കൂ, നമ്മളുടെ ഒരു പ്രോഗ്രാമിൽ വന്നു നോക്കി, ഇത്രയും താഴേക്കിടയിൽ കിടക്കുന്ന വിദ്യാഭ്യാസം കുറഞ്ഞവരായിക്കോട്ടെ, അവിടെ ഒരു ജാതി മത ഭേദ വ്യത്യാസമില്ലാതെ ജെൻഡർ ഇല്ലാതെ നമ്മളെ അംഗീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്രയും നല്ലൊരു പ്രസ്ഥാനത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറയാനായിട്ട് യാതൊരു മടിയും കൂടാതെ നമുക്ക് പറയാൻ കഴിയില്ലേ. അതുപോലെ തന്നെ നമുക്ക് ഇതിലൂടെ കിട്ടുന്നത് എന്താണ്? ട്രാവലിങ്.
ഒരുപാട് യാത്രകൾ നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ കിട്ടുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഇന്നലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് പോവാത്തവരൊക്കെ കണ്ടു കൊതിച്ചൊരു കാര്യം തന്നെയാണ്. ഇന്നലെ നമ്മളെ ഗ്രൂപ്പുകളിലൂടെ ഒക്കെ എല്ലാ ലീഡേഴ്സും ഷെയർ ചെയ്ത ഒരു കാര്യമാണ് ഇന്നലെ ഗ്രേറ്റ് ലീഡർ രാജസാറിന്റെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തതിനുള്ള ഒരു ടൂർ പ്രോഗ്രാം കിട്ടിയത് അല്ലെ. അപ്പൊ അതിലെത്ര മാത്രമാണ് ആ ലീഡേഴ്സ് സന്തോഷിക്കുന്നത്. ഒരാളുടെ മുഖത്ത് പോലും ഒരു ദുഃഖഭാവം ഇല്ല. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി തന്നെ എൻജോയ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ഒരു ടൂർ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത്. അതേപോലെ തന്നെയാണ് നമ്മളുടെ ഓരോ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ലീഡേഴ്സിന് കിട്ടും. നമുക്കറിയാം നമ്മുടെ വിജയിച്ചു നിൽക്കുന്ന ലീഡേഴ്സ് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട് അല്ലെ, വിദേശ രാജ്യങ്ങളിലേക്ക്. നമ്മളുടെ കമ്പനി തരുന്ന ഓഫറുകൾ ഇഷ്ടം പോലെയുണ്ട് ഇല്ലേ. ഇപ്പോ തന്നെ നമുക്കറിയാം നമ്മളുടെ ഗാമോ റേസിനോട് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാമോറിസിനോളുടെ ഹെൽത്ത് കാർഡ് കമ്പനി ദുരി സന്ദർശിക്കാനുള്ള അവസരം നമ്മുടെ മുന്നിലുണ്ട് അല്ലെ. ഈ മാസം കൂടി ഉണ്ട്, അത് നീട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ടാർഗറ്റുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ അച്ചീവ്മെന്റുകളിലൂടെ ഒക്കെ നമ്മൾക്ക് കിട്ടുന്നത് വളരെയധികം സന്തോഷകരമായ യാത്രകൾ തന്നെയാണ്. അതിൽ നമുക്ക് വല്ല ചെലവുണ്ടോ? ഒരിക്കലും നമുക്ക് അവിടെ ചിലപ്പോൾ ചെറിയ ചെറിയ ചെലവുകൾ എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു സ്ഥലത്ത് ആ സ്പോട്ടിൽ എത്തിച്ചേരാനുള്ള ചെറിയ ചെലവേ നമുക്ക് വരുന്നുള്ളൂ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ എത്ര ആസ്വാദകരമാണ് നമുക്ക് ആ ഒരു കാഴ്ചകൾ കാണാനായാലും അവിടെ താമസം, ഭക്ഷണം, ഇതൊക്കെ നമ്മളുടെ കമ്പനി തരുന്നതാണ്. നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ചെലവാക്കാതെ നമ്മളുടെ കമ്പനി തരുന്നതാണ് അല്ലെ. അതൊക്കെ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മുടെ ഓരോ ലീഡേഴ്സും മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം നമ്മുടെ സജീവ് സാറ്, ജിഷ മാഡം, ബിജ് സാറ്, അതുപോലെ തന്നെ അനിൽ സാറ്, എല്ലാ ലീഡേഴ്സും തായ്ലൻഡിലൊക്കെ പോയി ഒരു അടിച്ചു പൊളിച്ച് വന്നല്ലേ. ഞാൻ RCMൽ വന്നൊരു കാലഘട്ടത്തെ കുറിച്ചാണ് കേട്ടോ പറയാം. അതിൽ മുന്നും ഇവർക്ക് ഒരുപാട് യാത്രകൾ കിട്ടിയിട്ടുണ്ടാവാം. പക്ഷെ അവരതൊക്കെ ആസ്വദിക്കുകയാണ്. അപ്പൊ അതുപോലെയൊക്കെ ഉള്ള യാത്രകൾ നമ്മളെ പോലുള്ള സാധാരണക്കാർക്കും കിട്ടുമെന്നുള്ളത് 100% നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ഇവിടെ ഉറച്ചു നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളിൽ ഒന്ന് തന്നെയാണ് യാത്രകൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾക്കറിയാം നമ്മളുടെ കമ്പനി സന്ദർശിക്കാൻ പോകുന്നത് തന്നെ എത്ര ആഘോഷത്തോടു കൂടി തന്നെ നമ്മൾ യാത്രയാകുന്നത് അല്ലെ. എത്ര നാളത്തെ ചെയ്യുന്ന ലീഡേഴ്സ് അത് ചെയ്യാനായിട്ട് അവർ പ്രോഗ്രാം എന്താ പറയാ, ഓരോ പ്രോഗ്രാം വരുമ്പോഴും അല്ലെങ്കിൽ അത് നിങ്ങളത് ചെയ്യൂ, നിങ്ങൾക്ക് ഇന്നടത്ത് പോകാനുള്ള അവസരങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ലീഡേഴ്സ് അത് പറഞ്ഞു തരുന്നത് എന്തിനാ, ആ അവസരങ്ങൾ നമ്മൾ നേടിയെടുത്തുകൊണ്ട് ആ സന്തോഷം നമ്മളിലേക്കും കൂടി കിട്ടാനാണ് നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞു തരുന്നത് അല്ലെ. ഇപ്പൊ നമ്മളുടെ യാത്രകള് ഇപ്പൊ കമ്പനി സന്ദർശിക്കാൻ പോകുന്നുണ്ടെങ്കിൽ 10 ദിവസത്തെ ടൂർ പോലെ തന്നെയാണ് ഓരോരുത്തരും അതിന് ഉൾക്കൊള്ളുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഇന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് അവിടെ എത്തുന്നത് വരെയുള്ള കാഴ്ചകള് കാണിച്ചു തരാനായിട്ട് നമ്മുടെ ലീഡേഴ്സ് നമ്മുടെ ഒപ്പമുണ്ട്. അവരൊപ്പം നിന്നുകൊണ്ടാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും. അതുപോലെ തന്നെ ഫ്രീഡം, ഏതെല്ലാം തരത്തിലുള്ള ഫ്രീഡമാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് നമ്മൾ ഈ പ്രസ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മണി ഫ്രീഡം, ടൈം ഫ്രീഡം, ഫ്രീഡം ഫ്രം ഡിസീസസ്. അതായത് മണി ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ തുടക്കകാലത്ത് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ തന്നെ, പക്ഷെ പണ്ട് പല ലീഡേഴ്സിന്റെ കഥകളിലൂടെ നമുക്കറിയാം, അവർ പറയുന്ന അറിവുകളിലൂടെ നമുക്കറിയാം അന്ന് അവർ ഏറ്റെടുത്ത അത്രയ്ക്കൊന്നും ബുദ്ധിമുട്ട് ഇന്ന് RCM ചെയ്യുന്നവർക്ക് ഇല്ല എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും പ്രൊഡക്റ്റുകളുടെ ക്ഷാമമില്ലേ നമുക്ക് അല്ലെ. ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് ഇന്ന് ഒരു ദിവസം പ്രതി നമ്മുടെ കൈകളിലേക്ക് എത്തുന്നുണ്ട്. അത് കിട്ടാനുള്ള സാധ്യത നമ്മുടെ സുജി സാറൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഷോപ്പില്ലാതെ അവർ എത്രമാത്രം ആ പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അവര് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് സുജി സാർ ഓരോ പ്രോഗ്രാമുകളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അവര് ഒരു സോപ്പ് കൊണ്ടുവന്ന് 4 പീസായിട്ട് പങ്കുവെച്ച് 4 പേർക്ക് അത് കൊടുത്തുകൊണ്ട് RCM ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് വ്യത്യസ്തമായിട്ട് നമ്മൾക്ക് ഇന്ന് ഒരുപാട് ഷോപ്പുകൾ, ഇന്ന് നമ്മൾ എവിടെ തിരിഞ്ഞാലും RCM നെഞ്ചിലേറ്റിയ ഒരു വ്യക്തി, ചിലപ്പോ സാധാരണക്കാർക്ക് അത് കണ്ടെത്താൻ പറ്റില്ല, അതായത് RCMന് ഉൾക്കൊള്ളാത്ത വ്യക്തികൾക്ക് കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ ഇന്ന് RCMനെ നെഞ്ചിലേറ്റിയ വ്യക്തികൾ എവിടെ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എവിടെ നോക്കിയാലും RCMന്റെ ബോർഡാണ് അല്ലെ. മറ്റു ബോർഡുകളൊന്നും വായിക്കാനോ അല്ലെങ്കിൽ അതെന്താണെന്ന് നോക്കാനോ ഒന്നും ആരും നോക്കില്ല. എവിടെയാണ് RCM ഉണ്ടോ അവിടെ. നമ്മൾ യാത്രകളിലൊക്കെ ഞാനിപ്പോ ഇപ്പോഴല്ല, ഞാൻ കുറച്ച് നാളുകളായി RCM എന്ന എന്റെ മനസ്സിലേക്ക്
കടന്നതിന് ശേഷം ഇപ്പൊ നമ്മള് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു യാത്ര പോകുമ്പോഴായാലും നമ്മള് അതെ അവിടെ RCM ഉണ്ട് ട്ടാ, ഇവിടെ RCM ഉണ്ട് ട്ടാ. അപ്പൊ മക്കളായാലും അതിനൊക്കെ ഉൾക്കൊണ്ട് കഴിഞ്ഞു. അവരും പറയുന്നത് മറ്റു ഷോപ്പുകളുടെ പേരല്ല അവർ പറയാ, അച്ഛതേ അവിടെ RCM ഷോപ്പ് ഉണ്ട് ട്ടാ, ഇത് അവിടെ ഉണ്ട് RCM ഷോപ്പ്, ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഒരു വീടുകളുടെ മതിലുകളിലായാലും നമ്മളുടെ കണ്ണിൽ ഇപ്പോ മുന്നോട്ട് നമ്മളെ കണ്ണുകൾ കാണിച്ചു തരുന്നത് ആ ഒരു പേര് തന്നെയാണല്ലേ, RCM. ഫുൾ RCM നമ്മുടെ മനസ്സിൽ, നെഞ്ചിൽ, നമ്മുടെ എല്ലായിടത്തും നമ്മള് ഫുൾ RCM ആയി മാറിക്കഴിഞ്ഞു. അപ്പൊ അവിടെ നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടുന്നത് അവിടെ എന്താണ്, മണി ഫ്രീഡം അല്ലെ. നമ്മളെ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എന്താണ്, മണി ഫ്രീഡം ആണ്. മണി ഫ്രീഡം നമ്മൾ ഇന്ന് ചുരുക്കി ചുരുക്കി ചെലവഴിച്ചിരിക്കുന്ന ഒരു ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന പൈസ, അത് നമുക്ക് ഏതൊരു സാധനം കണ്ടു കഴിഞ്ഞാലും അതിന്റെ വില നോക്കാതെ, നമ്മള് ലീഡേഴ്സ് പറയും അതിന്റെ വില നോക്കാതെ നമ്മൾക്ക് അത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അപ്പൊ അതാണ് നമ്മുടെ മണി ഫ്രീഡം എന്ന് പറഞ്ഞാൽ. അത് തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന ഉറപ്പല്ലേ. കാരണം വെച്ചാൽ നമ്മുടെ ലീഡേഴ്സ് അത് തെളിയിച്ചു തന്നിരിക്കുകയാണ്. അത്തരം ഒരു ഫ്രീഡം അവര് ഇന്ന് നമുക്കറിയാം, നമ്മുടെ ലീഡേഴ്സിന് കിട്ടുന്ന ഓരോ വിജയിച്ചു നിൽക്കുന്ന ലീഡേഴ്സിന് കിട്ടുന്ന വരുമാനം ഒളിച്ചു വെക്കേണ്ട കാര്യം അവർക്കില്ല. കാരണം വെച്ചാൽ അത് നേരായ വഴിയിലേക്ക്, സത്യമായ പണമാണ് അവരുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് അല്ലെ. കൃത്യമായിട്ട് നമ്മുടെ കമ്പനി അല്ലെങ്കിൽ 5 മിനിറ്റ് ഒരു ചായ ഒരു കോഫിയോ കുടിക്കാനായിട്ട് അവർക്ക് കിട്ടുന്ന സമയമാണ് 5 മിനിറ്റ്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 10 മിനിറ്റ് ഭക്ഷണം കഴിക്കാനായിട്ട്. ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്കറിയാം നമുക്ക് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര സമയം, ഒന്നുമില്ലെങ്കിൽ ഒരു കൈ കഴുകി തിരിച്ചു വന്ന ഭക്ഷണം വാരി കഴിക്കാൻ തിരിച്ചു പോയി കൈ കഴുകി വരാനുള്ള ടൈമും ആ 10 മിനിറ്റിലുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. അപ്പൊ അതേപോലുള്ള അവസ്ഥകളിലെ കൂടെയൊക്കെ തന്നെയാണ് മറ്റ് കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് ഇവിടെ നോക്കി കണ്ടാൽ അറിയാം, നമ്മളുടെ ലീഡേഴ്സ് അനുഭവിക്കുന്ന ടൈം ഫ്രീഡം. അവരുടെ ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്യാനുള്ള സമയം അവർക്കുണ്ട്. അപ്പോ അതേപോലെ തന്നെ ഇപ്പൊ മൂർത്തി സാറ് ഓരോ ലീഡേഴ്സിനെയും നമുക്കറിയാം. നമ്മൾ സഫയർ മൂർത്തി സാറ് എത്രയോ യാത്രകളാണല്ലേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടത്തിയിരിക്കുന്നത്. ആ ഒരു ഫാമിലി, ആ ഒരു സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ നമ്മൾ ഓരോ ഗ്രൂപ്പുകളിലൂടെ നമ്മൾ കണ്ടു. അപ്പൊ അവരനുഭവിക്കുന്ന ആ ഒരു ടൈം ഫ്രീഡത്തിലേക്ക് അവർ എത്തിച്ചേർന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം അത് അത്രയും കാലം മുമ്പ് ഈ ഒരു ഷോപ്പോ അല്ലെങ്കിൽ ഒരു വിജയിച്ചു നിൽക്കുന്ന ഒരു ലീഡറോ കുറച്ചധികം പ്രൊഡക്റ്റുകളോ ഒന്നുമില്ലാതിരുന്ന ആ കാലത്തും ഒന്നും കാണിച്ചു കൊടുക്കാതില്ലാത്ത ഒരു കാലത്തും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെയാണ്. അന്നും അത് ഏറ്റെടുക്കാനുള്ള മനസ്സ് മുർസാർ എപ്പോഴും പറയും. ഇപ്പൊ ഇന്നാള് കറുകുട്ടിയിൽ നടന്ന പ്രോഗ്രാമിൽ മുർസാർ പറഞ്ഞൊരു കാര്യമാണല്ലോ, അത് അത്രയും ആ ഒരു എല്ലാ വീട്ടുകാരും എല്ലാവരും എതിർത്തപ്പോഴും അത് ഏറ്റെടുക്കാൻ കാണിച്ച ഒരു മനസ്സ്, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹം കഠിന പ്രയത്നം ചെയ്തതിന്റെ ഫലം തന്നെയാണ് അല്ലെ ആ ഒരു ടൈം ഫ്രീഡത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നത്. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് മണി ഫ്രീഡവും ടൈം ഫ്രീഡവും അതുപോലെ തന്നെ ഫ്രീഡം ഫ്രം ഡിസീസസും കൂടിയിട്ടാണ്. അപ്പൊ ആ യാത്രകള് അദ്ദേഹം ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്കും അങ്ങനത്തെ ഒരു ഇതിലേക്ക്, ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെയും എത്തിച്ചേരാനായിട്ട് ഈ RCM എന്ന പ്രസ്ഥാനം ഏറ്റെടുത്താൽ കഴിയും. അതുപോലെ തന്നെ കിട്ടുന്നത് ഫ്രീഡം ഫ്രം ഡിസീസസ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളുടെ ലൈഫിൽ ആരോഗ്യം നമുക്ക് കിട്ടും. ആ ഒരു മറ്റെന്തൊക്കെ ഉണ്ടെന്ന് കാര്യം, പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ടൈം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആരോഗ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സെക്യൂരിറ്റി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ഇന്ന് എവിടെ ചെന്നാലും ഇന്ന് RCM എന്ന പ്രസ്ഥാനത്തിൽ ജീവിച്ചു പോകുന്നവരാണ്, അല്ലെങ്കിൽ നമ്മൾ RCM ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ ആയാലും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായാലും നമുക്ക് ഒരുപാട് ആളുകളുണ്ട് അല്ലെ. ഒരുപാട് ലീഡേഴ്സ് നമ്മളെ അറിഞ്ഞോ അറിയാതെയോ, അത് ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് അറിഞ്ഞില്ലെങ്കിൽ നമ്മളെ അറിയുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പൊ എവിടെ ചെന്നാലും നമുക്ക് ആ ഒരു സെക്യൂരിറ്റി നമുക്ക് ഉണ്ടായിരിക്കാം. ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്നതിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് അല്ലെ. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അറിവുകൾ, നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാനേക്കാൾ അപ്പുറമാണ് അല്ലെ. നമുക്ക് പ്രൊഡക്റ്റ് നോളജ്, ഒരുപാട് പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്നു. അത് എന്തിനു ഉപയോഗിക്കാം, എങ്ങനെ ഉപയോഗിക്കാം, ആർക്കൊക്കെ കൊടുക്കാം, അതിനുള്ള ഓരോ കുഞ്ഞു കുഞ്ഞു അറിവുകൾ നമ്മുടെ ലീഡേഴ്സ് നമുക്ക് പകർന്നു തരാനായിട്ട് ഓരോ പ്രോഗ്രാമുകൾ നമുക്ക് വെക്കുന്നുണ്ട് അല്ലെ. അതിലൂടെ നമ്മളുടെ അറിവുകൾ കൂടുന്നു, നമ്മളുടെ കഴിവുകൾ കൂടുന്നു അല്ലെ. നമ്മളത് താല്പര്യത്തോടു കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കാം, പ്രൊഡക്റ്റ് എങ്ങനെയൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം എന്ന് പഠിക്കാം. അതിനേക്കാളൊക്കെ അപ്പുറം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളുടെ ജീവിതം
നമ്മളുടെ ആ ലൈഫിനെ മാറ്റിമറിക്കുന്ന ഒരുപാട് അറിവുകൾ നമ്മളുടെ ഓരോ പ്രോഗ്രാമിലൂടെയും നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ ഒരാളോട് എങ്ങനെ പെരുമാറണം, നമ്മുടെ വസ്ത്രധാരണ രീതി, നമ്മളെ സംസാരം, എല്ലാത്തിലും മാറ്റം വരുത്താനുള്ളൊരു കഴിവ് നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിലുണ്ടല്ലേ. ഒന്നും വേണ്ട, ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് സഫീർ മൂർസാറിന്റെ പോലെ ആകാനാണ്. നമുക്കറിയാം അദ്ദേഹത്തിനോളം ആ ഒരു മനസ്സ്, അത് നമുക്കൊന്നും പറഞ്ഞറിയിക്കാനേ പറ്റില്ല. നമുക്കൊന്നും അവിടേക്കൊന്ന് എത്തിച്ചേരാന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട് അല്ലെ. നമ്മുടെ മനസ്സ് അങ്ങനെ ആയിരിക്കണം. അതൊക്കെ അങ്ങനെയുള്ള അറിവുകൾ തന്നെയാണ് നമ്മുടെ ഓരോ പ്രോഗ്രാമിലൂടെയും നമ്മുടെ ലീഡേഴ്സ് തന്നിരിക്കുന്നത്. അപ്പൊ അറിവുകൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലായാലും നമ്മളുടെ പ്രൊഡക്റ്റുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായാലും ഉള്ള അറിവുകൾ നമ്മളുടെ ഓരോ പ്രോഗ്രാമിലൂടെയും നമുക്ക് ലഭിക്കുന്നു. നമ്മള് ഒരു കാര്യത്തിൽ നമ്മൾ പഠിക്കുന്നില്ല അല്ലെ. പക്ഷെ നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷം നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആ നോളജ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അറിവുകളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. അത് ഉൾക്കൊണ്ട് ശരിക്കും പറഞ്ഞ ഹൃദയത്തിലേറ്റി ആർസിഎമ്മിനെ നെഞ്ചിലേറ്റിയവർക്കാണ് അത് അത്രയും ഇഷ്ടത്തോടു കൂടി മറ്റവരിലേക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഗുഡ് റിലേഷൻസ്, നല്ല ബന്ധങ്ങള് അല്ലെ. നമുക്കറിയാം ഇന്ന് ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്നവരെല്ലാവരും, ഒരു പക്ഷേ ഞാൻ ഇന്ന് എൻ്റെ വീട്ടില് ഇരിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ, ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്നെ ഒരു ആളും അറിയാൻ പോകുന്നില്ല. എൻ്റെ ചുറ്റുവട്ടത്ത് 4 അയൽവക്കക്കാരല്ലാതെ അല്ലെങ്കിൽ ഞങ്ങളുടെ കുറച്ച് ബന്ധുക്കളല്ലാതെ നമ്മൾ ആരും അറിയാൻ പോകുന്നില്ല. എൻ്റെ കാലശേഷം ചിലപ്പോൾ പറയായിരിക്കും, എൻ്റെ ബന്ധുക്കൾ പറയായിരിക്കും അങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്ന് പറയും. ഒരു പക്ഷെ എൻ്റെ മക്കളും കൂടി എന്നെ മറന്നു പോവാം കാലഘട്ടം മാറുന്നതിനനുസരിച്ച്. പക്ഷെ ഇന്ന് നമ്മളെ അറിയുന്നവര് എത്രയോ ആളുകളാണ്. ഇപ്പൊ ഞാൻ അറിഞ്ഞില്ലെങ്കിലും എന്നെ അറിയുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾക്ക് അവിടുത്തെ ഒരുപാട് നല്ല ബന്ധങ്ങൾ നമുക്ക് അവിടെ കാത്തു സൂക്ഷിക്കാനായിട്ട് കഴിയുന്നുണ്ട് അല്ലെ. ഈ ബന്ധങ്ങളൊക്കെ കിട്ടിയത് എങ്ങനെയാണ്? ഇപ്പൊ ഇന്ന് ഈ തുമ്പൂര് എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ഇരിക്കുന്ന ഞാൻ ഇന്ന് കേരളത്തില് ഏതാനും ജില്ലകളൊക്കെ സന്ദർശിച്ചു കഴിഞ്ഞു. അപ്പൊ അവിടെയൊക്കെ നമുക്ക് നല്ല നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്നത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് ഇതൊക്കെ സാധിക്കാൻ പറ്റും? ഒരിക്കലും ഇല്ല. നമ്മളുടെ ഓരോ യാത്രകളും നമ്മളുടെ ഓരോ പുതിയ പുതിയ ബന്ധങ്ങളാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നത് അല്ലെ. ഒരു ട്രെയിൻ യാത്രയിലായിക്കോട്ടെ, നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയത് ടൂറുകളും എന്താ പറയുക, യാത്രകളൊക്കെ ചെറിയ ചെറിയ യാത്രകളൊക്കെ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും സന്തോഷത്തോടു കൂടി ഒരു കൂട്ടായ്മയോട് കൂടി പോകുമ്പോൾ നല്ലൊരു സന്തോഷത്തോടു കൂടി പോയിരിക്കുന്നത് ആർസിഎമ്മിന്റെ പ്രോഗ്രാമുകളിലേക്കുള്ള യാത്രകളിലാണ്. അത് നമ്മളുടെ ലീഡേഴ്സ് ഒരുമിച്ചുള്ള യാത്രകളായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാ വേണ്ട. കാരണം വെച്ചാൽ നമ്മൾ യാത്ര തുടങ്ങുന്ന ആ നിമിഷം മുതൽ നമ്മൾ തിരിച്ച് നമ്മൾ പോയി സ്പോട്ടിൽ എത്തുന്നത് വരെ നമ്മളുടെ ഉള്ളില് കിട്ടുന്നത് മുഴുവനും അറിവുകളായിരിക്കും. പ്രത്യേകിച്ച് സജി സാറിന്റെ ബിസാറിന്റെ ഒക്കെ കൂടെ നമ്മൾ യാത്ര പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ വേറെ ഒന്നും സംസാരിക്കില്ല, ഫുള്ള് ആർസിഎമ്മാണ് സംസാരിക്കുക. അപ്പൊ അതേപോലെയുള്ള അറിവുകളാണ് നമ്മുടെ ലീഡേഴ്സ് ആയിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അത് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുക. നമ്മൾ കുറ്റോ കുറവോ എല്ലാം ഉണ്ടാവാം, കാരണം വെച്ചാൽ നമ്മൾ മനുഷ്യരാണ്. നമ്മൾക്ക് എന്താ പറയാ, നമ്മളുടെ വിചാരങ്ങളുള്ള മനുഷ്യരാണ് അല്ലെ. നമുക്ക് കുറ്റവും കുറവും എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു ബന്ധം നമ്മൾക്ക് ഓരോരുത്തരായിട്ട് കാഴ്ചവെക്കാനായിട്ട് ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട് അല്ലെ. ഇന്ന് എന്നെ അറിയാത്ത ഒരുപാട് പേര് വിളിച്ചു വരുമ്പോൾ ആ ഒരു മാഡം എന്നുള്ള വിളിയില് അല്ലെ, നമ്മൾ ഓരോരുത്തരും ആ റെസ്പെക്റ്റോട് കൂടിയാണ് സാർ മാഡം എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ വിളിയിൽ തന്നെയുണ്ട് നമ്മളുടെ ആ ഒരു കൂട്ടായ്മയുടെ ബന്ധം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആരോഗ്യം, വരുമാനം, അതുപോലെ തന്നെ റെസ്പെക്ട്, അംഗീകാരം, യാത്രകള്, മണി ഫ്രീഡം, ടൈം ഫ്രീഡം, സെക്യൂരിറ്റി, നല്ല ബന്ധങ്ങള്, നല്ല അറിവുകള്, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് എന്നിട്ടുണ്ടാവാൻ പോണത് നമുക്ക് സന്തോഷം ഉണ്ടാവും അല്ലെ. നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ സന്തോഷം ഇല്ല എന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ പറ്റും. ആരോട് നമുക്ക് ചിരിച്ച് സംസാരിക്കാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ ഒരുപാട് ദുഃഖം വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ നമ്മൾക്ക് ഒരാളോട് നമുക്ക് ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല അല്ലെ. എത്ര
ഒക്കെ നമ്മൾ ചിരിച്ചാലും നമ്മളുടെ ആ മുഖത്ത് ആ ഒരു വിഷമം, ആ ഒരു ടെൻഷൻ, മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മുഖത്ത് പ്രതിഫലിച്ച് കാണാം. പക്ഷെ ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്ന് നോക്കിയേ, ആരുടെ മുഖത്ത് നോക്കിയാലും സന്തോഷം തന്നെയാണ് അല്ലെ. അവിടെ യാതൊരുവിധ ടെൻഷൻ ഇല്ല. പ്രത്യേകിച്ച് നമ്മുടെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുമ്പോൾ ഏതൊരു ലീഡേഴ്സിന്റെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ നോക്കിയേ, ചിരിക്കാത്ത ഒരു മുഖങ്ങൾ പോലും കാണാൻ കഴിയില്ല. കാരണം വെച്ചാൽ അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രോബ്ലംസ് ഒക്കെ അവിടെ എവിടെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അവര് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അപ്പൊ ഇതിലൂടെ കിട്ടുന്ന ഓരോ നിമിഷങ്ങളും, ഓരോ കൊച്ചു കൊച്ചു നിമിഷങ്ങളും, ഒരു ഷോപ്പിൽ പർച്ചേസിന് പോകുന്ന നിമിഷമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ലീഡറോടുള്ള യാത്ര ആയിക്കോട്ടെ, ഒരു പ്രൊഡക്റ്റ് മറ്റുള്ളവരിലേക്ക് സെയിൽ ചെയ്യുന്ന ഒരു സമയമായിക്കോട്ടെ, ഏതൊരു നിമിഷത്തിലും നമ്മൾക്ക് കിട്ടുന്നത് എന്താണ്? സന്തോഷമാണ്. കാരണം വെച്ചാല് നമ്മൾ ചെയ്യുന്നത് സത്പ്രവർത്തിയാണ് അല്ലെ. മറ്റുള്ളവരിലേക്ക് ഗുണം കിട്ടുന്ന, നമ്മൾക്ക് കിട്ടിയ ഗുണം നമ്മൾ മറ്റവരിലേക്ക് പറഞ്ഞ് അറിയിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരാളെ നമ്മൾ നല്ലൊരു കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ നല്ലൊരു ആ വ്യക്തിയുടെ ഒരു ചീത്ത സമയത്തിൽ നിന്ന് നല്ലൊരു സമയത്തിലേക്ക് നമ്മൾ കൈ പിടിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എപ്പോഴും നല്ലൊരു കാര്യം തന്നെയാണ് അല്ലെ. അപ്പൊ ആ ഒരു സന്തോഷം നമ്മളുടെ ഉള്ളില്, നമ്മളുടെ വരും തലമുറയ്ക്ക് പോലും ആ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കും അല്ലെ. ഒരു വ്യക്തിയെ നമ്മൾക്ക് ഒരു ചുറ്റുപാടിൽ നിന്നും, അതായത് അദ്ദേഹത്തിന്റെ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള സ്ഥാനം നമ്മൾക്ക് എത്ര വലുതായിരിക്കില്ല. ചിലപ്പോൾ നമ്മളുടെ ഓരോരുത്തരും ദൈവത്തിന്റെ സ്ഥാനത്ത് ആ വ്യക്തി കാണുന്നുണ്ടാവും. ഒരുപാട് രോഗപീഠകൾ കൊണ്ട് വിഷമം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ നമ്മളുടെ പ്രൊഡക്റ്റ് കൊടുത്ത് നമുക്കത് ഭേദമാക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ നമ്മൾ എവിടെയാണ് സൂക്ഷിക്കുക? നമ്മളെ അവരുടെ ഹൃദയത്തിൽ തന്നെയാണല്ലേ സൂക്ഷിക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ ഒരുപാട് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ചേരുന്നു. അതുപോലെ തന്നെ എന്താ പറയാ, സന്തോഷം തന്നെയാണ് അല്ലെ. എല്ലാവർക്കും വേണ്ടത് സന്തോഷം തന്നെയാണ്. അത് നമ്മളുടെ ഈ ഒരു പ്രസ്ഥാനത്തിൽ ഉണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ അത് കാണിച്ചു തന്നിരിക്കുന്നത് ഞാനോ അല്ലെങ്കിൽ എന്നെ പോലെയുള്ള മറ്റു വ്യക്തികളല്ല, നമ്മളുടെ ജയിച്ചു നിൽക്കുന്ന ലീഡേഴ്സാണ്. അവര് വന്നിരിക്കുന്ന പാത, അവര് വെട്ടി തുറന്നിരിക്കുന്ന ഒരു പാത എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾക്ക് ഒരു വിഷമവും ഇല്ലാതെ അവര് പറയുന്നത് പോലെ നമ്മളുടെ കമ്പനി പറയുന്ന സിസ്റ്റം പാലിച്ചുകൊണ്ട് നമ്മൾ പ്രൊഡക്റ്റുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഈ ഒരു പ്രസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട്, ഹൃദയത്തിൽ ഏറ്റുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് കിട്ടുമെന്നുള്ളത് തീർച്ചയാണ് അല്ലെ. നമുക്കറിയാം, നമ്മൾ കണ്ടുപഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഒരു കുറച്ച് ചീര വിത്ത് ഞാൻ വാങ്ങിയെന്ന് വിചാരിക്കാം. അത് ഞാനൊരു മണ്ണില് കിളിർക്കാനിട്ട് കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് അത് മുളച്ചു വന്നു അല്ലെ. അതില് കുറെ തൈകൾ മുളയ്ക്കാം. നമുക്കറിയാം, നമ്മുടെ ലീഡേഴ്സ് ഒരുപാട് പേര്, ഇപ്പൊ സുമ മാഡത്തിലൂടെയും നമ്മളുടെ ഈ ഒരു കൊമ്പടിഞ്ഞാമകൽ എന്നൊരു ടീം ആരംഭിച്ചു. ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇന്ന് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം മുള പൊട്ടി വന്നിട്ടില്ല അല്ലെ. ഒരുപാട് പേര് ലീഡേഴ്സ് പറഞ്ഞേക്കാം ഇത്രയും ആൾക്കാരിലേക്ക് RCM എത്തിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ലീഡർ ആവാൻ കഴിഞ്ഞിട്ടില്ല. ലീഡർ ആവാൻ കഴിഞ്ഞവരാണ് നമ്മളെ പോലുള്ളവര് അല്ലെ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഒരു ചെടി കുറച്ച് വിത്തുകൾ പാകി മുളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറെ തൈകള് മുളയ്ക്കാം. പക്ഷെ അതില് കുറച്ച് തൈകൾ അതിൽ മുളയ്ക്കാതെ പോയിട്ടുണ്ടാവാം. പക്ഷെ ഈ മുളച്ച തൈകളിൽ തന്നെ ചിലത് നന്നായിട്ട് നല്ല കരുത്തോട് കൂടി വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ ചിലത് കുറച്ച് ഒന്ന് ചെറുതായിട്ട് മുളച്ചിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മൾ അതിനെ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു ചെടീനെ നമ്മൾക്കിപ്പോൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നട്ട് വളർത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അതിൽ നിന്ന് കായ്ഫലം ലഭിക്കും എന്നിട്ട് നമുക്ക് തോന്നുന്ന ആ ഒരു ചെടീനെ മാറ്റി പറിച്ച് നട്ടുകൊണ്ട് നമ്മളതിനെ പരിപാലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ആ ഒരു വിളവ് നമുക്ക് ലഭിക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഒരുപാട് ലീഡേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ലീഡേഴ്സ് എപ്പോഴും പറയും, നമ്മൾ തോറ്റവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ RCM എന്താണെന്ന് ചോദിക്കരുത്, ജയിച്ചു നിൽക്കുന്ന വ്യക്തികളുടെ അടുത്ത് പോയിട്ട് RCM എന്താണെന്ന് മനസ്സിലാക്കണമെന്ന്. ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇന്ന് RCMലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. പക്ഷെ അവിടെ ജയിച്ചവരുണ്ടാവാം, ജയിക്കാൻ കാലെടുത്ത് വെച്ചിട്ട് പിന്നോട്ട് പോയവരുണ്ടാവാം, ജയത്തിന്റെ മുന്നോടിയായിട്ട്. അതുപോലെ ജയിച്ച് ഒരുപാട് ഉയരങ്ങളിൽ എത്തി നിൽക്കുന്ന ലീഡേഴ്സ് ഉണ്ടാവാം. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, ജയിച്ചു നിൽക്കുന്നവരുടെ അടുത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവര് വന്ന വഴികള്, അവര് തരണം ചെയ്ത പ്രതിസന്ധികൾ എല്ലാം നമ്മളുടെ മുന്നിൽ അവർ ഷെയർ ചെയ്യുന്നുണ്ട് അല്ലെ. അതിലൂടെ നമ്മളെ പ്രതിസന്ധികൾ നമ്മൾക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ നല്ലൊരു ജീവിത വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോ നമ്മൾക്കറിയാം, നമ്മൾ RCM നമ്മൾ ഏറ്റെടുക്കുന്ന ഈ ഒരു പ്രസ്ഥാനം RCM ഈസ് എ ലൈഫ് പാക്കേജ്. നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മളുടെ വരും തലമുറയെ ഒരു
എന്താ പറയാ, ഒരു സെക്യൂരിറ്റി ലൈഫിലേക്ക് നമ്മളുടെ ഒരു വരും തലമുറയെ, നമ്മുടെ മക്കളെ സുരക്ഷയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാനായിട്ടുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് തീർച്ചയായിട്ടും RCM. അതെല്ലാവരും ഏറ്റെടുക്കുക, അതിലൂടെ ഉന്നത വിജയം കൈവരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കും. നമ്മൾ ഒരുമിച്ച് നിൽക്കുക, സുന്ദര സാര് പറഞ്ഞ മാതിരി നമ്മൾ ഒരുമിച്ച് നിൽക്കുക, നമുക്ക് ഒരുമിച്ച് പഠിക്കാം, നമുക്ക് ഒരുമിച്ച് വളരാം. എല്ലാവർക്കും ഉന്നത വിജയങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. JRCM, ഗുഡ് RCM. താങ്ക് യു മാഡം.